ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവർക്കും ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ പേര് അക്ഷയ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് ജോയിനിങ് അയക്കുന്നത്. ഞാൻ ഈ ബിസിനസ്സുമായി കണക്ട് ആയിട്ട് 4 month ആയി. ഞാനൊരു ഹൗസ് വൈഫ് കൂടിയാണ്. നമ്മുടെ ഇന്നത്തെ ഈ പ്ലാൻ പ്രസന്റേഷൻ എടുക്കാൻ പോകുന്നത് നമ്മുടെ ഷംന ടീച്ചറാണ്. ഷംന ടീച്ചർ മലപ്പുറത്ത് നിന്നാണ് ജോയിനിങ് ആയിരിക്കുന്നത്. ഷംന ടീച്ചർ ജോലിയുടെ കൂടെ തന്നെ പാർട്ട് ടൈം ആയിട്ടാണ് ഈ ബിസിനസ് കൊണ്ടുപോകുന്നത്. ഷംന ടീച്ചർ ഈ ബിസിനസ്സിൽ ഒരു ഓക്കെ, താങ്ക് യു അക്ഷയാമ. താങ്ക് യു സോ മച്ച്. എന്തായാലും വളരെ നല്ല രീതിയിൽ തന്നെ MC കൈകാര്യം ചെയ്തു. ചെറിയൊരു നെറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ വളരെ സ്നേഹപൂർവ്വം ഒരു ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്റെ പേര് ഷംന, ഫ്രം മലപ്പുറം വേങ്ങര സ്വദേശിയാണ്. ഞാനൊരു സ്കൂൾ അധ്യാപികയാണ്. പാർട്ട് ടൈം ആയിട്ടാണ് ഈ ഒരു പ്രോജക്റ്റിലേക്ക് ആദ്യം കടന്നു വന്നത് എങ്കിലും ഇപ്പൊ ഫുൾ ടൈം ആയിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് ഞാൻ ചെയ്യുന്നത്. കാരണം നമുക്കൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കണമെങ്കിൽ ഒരു എക്സ്ട്രാ വരുമാനം ഇല്ലാതെ സാധിക്കില്ല അല്ലെ. അപ്പൊ നമുക്ക് ഒരു അഡീഷണൽ ഇൻകം വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് സീറോ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ലൈഫ് ലോങ് ഒരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വലിയ പ്രൊജക്റ്റുമായിട്ടാണ് നിങ്ങൾ എല്ലാവരും കണക്ട് ആയിരിക്കുന്നത്. വളരെ ക്ഷമയോടെ കേൾക്കുക, ശ്രദ്ധയോടെ ഇരിക്കുക. ശേഷം നിങ്ങൾക്കൊക്കെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും. അതെല്ലാം ക്ലിയർ ചെയ്ത് നല്ലൊരു തീരുമാനം എടുത്തുകൊണ്ട് നിങ്ങൾ ലീവ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റം സൃഷ്ടിക്കാൻ തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ടാകും. അപ്പൊ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ചെറിയൊരു സ്ലൈഡ് ഇവിടെ മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓക്കെ. ഇവിടെ സ്ക്രീനിൽ കാണാം വിന്നിംഗ് ടീം, ദ ടീം ഓഫ് ചാമ്പ്യൻസ്. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 എഡ്യൂക്കേഷണൽ സിസ്റ്റമാണ് വിന്നിംഗ് ടീം. ഈ ഒരു ഓർഗനൈസേഷന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ എല്ലാവരും ചെയ്യുന്നത്. നമുക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസും സപ്പോർട്ടും മെന്റർഷിപ്പും ട്രെയിനിങ്ങും എല്ലാം നൽകിക്കൊണ്ട് നമ്മൾ വലിയൊരു സക്സസിലേക്ക് എത്തിക്കാൻ ഈ ഒരു വിന്നിംഗ് ടീം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുന്ന ഈ ഒരു പ്രൊജക്ടിന്റെ പേരാണ് CEO, കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. കൺസ്യൂമറിനെ എംപവർ ചെയ്യുന്ന ഒരു ബിസിനസ് സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. നമ്മളിലേക്കും നമ്മളെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നവരിലേക്കും തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു വരുമാനം എത്തിച്ചു കൊടുക്കാൻ തീർച്ചയായിട്ടും ഈ ഒരു പ്രോജക്റ്റിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ടാകും. വാട്ട് ഈസ് യുവർ ഡ്രീം? എന്താണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ? നമുക്കൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. എന്റെ സ്വപ്നങ്ങളായിരിക്കില്ല നിങ്ങളുടേത്, വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സ്വപ്നങ്ങളായിരിക്കും നമ്മൾക്കൊക്കെ ഉണ്ടായിരിക്കുക. എങ്കിലും ഏതൊരു വ്യക്തിയിലും കോമൺ ആയിട്ട് കാണപ്പെടുന്ന കുറച്ച് സ്വപ്നങ്ങളാണ് ഇവിടെ പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുക എന്നത് ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണ് അല്ലെ. നമ്മളെല്ലാവരുടെയും ആഗ്രഹം തന്നെയാണ് നമുക്ക് ഫിനാൻഷ്യലി ഒന്ന് ഇൻഡിപെൻഡന്റ് ആവണമെന്ന്. കാരണം എന്താണ്? നമുക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള സ്വപ്നങ്ങളെല്ലാം നമുക്ക് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുപോലെ സ്വന്തമായിട്ടൊരു വാഹനം ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ. നമുക്കൊക്കെ സ്വന്തമായിട്ടൊരു വാഹനം ഉണ്ടെങ്കിൽ പോലും അതൊന്നും നമ്മുടെ സ്വപ്നത്തിലുള്ള വാഹനമായിരിക്കില്ല. നമ്മുടെ സ്വപ്നത്തിലുള്ള വാഹനം നേടിയെടുക്കാനുള്ള ഒരു അവസരം നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ വിദേശ ടൂർ പോവുക, നല്ലൊരു വീട് ആഗ്രഹിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ആരും ഉണ്ടാവില്ല. ഏതൊരു വ്യക്തിയുടെയും ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ് നല്ലൊരു വീട് സ്വന്തമായിട്ട് ഉണ്ടായിരിക്കുക എന്നത്. അതുപോലെ നമ്മുടെ ഫാമിലിയോടൊപ്പം നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യുക എന്നതൊക്കെ ഏതൊരു വ്യക്തിയുടെയും സ്വപ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പ്രോജക്റ്റിലൂടെ ഈ കാണപ്പെടുന്ന സ്വപ്നങ്ങളെല്ലാം നമുക്ക് നേടിയെടുക്കാനുള്ള ഒരു വലിയൊരു അവസരം നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. അത് മാത്രമല്ല, വട്ട് യു ഗെറ്റ്, വേറെ എന്തെല്ലാം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് നോക്കാം. ഒരു എക്സ്ട്രാ ഇൻകം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. നമ്മൾക്കൊരു ജോലിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന ജോലി എന്താണോ അതിനെ ഒന്നും തടസ്സപ്പെടുത്താതെ തന്നെ ഒരു അഡീഷണൽ ഇൻകം നേടിയെടുക്കാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു വീട്ടമ്മയാണെങ്കിൽ വീട്ടുജോലിയോടൊപ്പം, സ്റ്റുഡന്റ് ആണെങ്കിൽ പഠനത്തോടൊപ്പം, ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തന്നെ അവരുടെ ജോലി തടസ്സപ്പെടുത്താതെ തന്നെ ഒരു അഡീഷണൽ ഇൻകം നമുക്ക് നേടിയെടുക്കാൻ ഇതിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ടാകും. അതുപോലെ ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഇന്ന് സാധാരണക്കാരാണ് അല്ലെ. ഒരുപാട് ഇഷ്ടങ്ങളും ആവശ്യങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ ഇന്ന് ജീവിക്കുന്നത് നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചിട്ടായിരിക്കാം നമ്മൾ ജീവിക്കുന്നുണ്ടാവുക. പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെ നമ്മൾ മാറ്റി വെക്കുന്നുണ്ടാവും. അതിന്റെ കാരണം എന്താണ്? നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ലാത്തത് കൊണ്ടാണ്.
ഇപ്പൊ നമ്മളൊരു ടെക്സ്റ്റൈൽസിലേക്ക് ഡ്രസ്സ് എടുക്കാൻ പോയാൽ തന്നെ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് എല്ലാം നമ്മൾ അവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ കയ്യിൽ ഒതുങ്ങുന്ന ക്യാഷിനുള്ള നമ്മൾ വാങ്ങി വരുന്നുണ്ടാവും അല്ലെ. അതിന്റെ കാരണം നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊജക്ടിലൂടെ നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് ലഭിക്കുന്നുണ്ടാകും. എന്ത് നമ്മൾ ഇഷ്ടപ്പെടുന്ന എന്തൊരു പ്രോഡക്റ്റ് ആണെങ്കിലും അതിന്റെ പ്രൈസ് ടാഗ് നോക്കാതെ മേടിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് ഇതിലൂടെ സാധിക്കുന്നുണ്ടാകും. അതുപോലെ ടൈം ഫ്രീഡം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇന്ന് നമ്മളൊക്കെ ജോലിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരുപാട് തിരക്കുകൾ ഉണ്ടാവും. പക്ഷേ ആ തിരക്കിനിടയിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫ്രീ ടൈം നമ്മൾ എവിടെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്? സോഷ്യൽ മീഡിയയിലാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ്. സോഷ്യൽ മീഡിയയിലാണ് ആ ഒരു ഫ്രീ ടൈം മാക്സിമം ഉപയോഗപ്പെടുത്തുന്നുണ്ടാവുക. അതുകൊണ്ട് എന്താണ് നമുക്ക് ലഭിക്കുന്നത്? നമ്മൾ മറ്റുള്ളവരുടെ റീൽസ് ഒക്കെ കണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനത്തിന് പുറകെയാണ് ഇന്ന് നമ്മൾ എല്ലാവരും ഉള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ വിലപ്പെട്ട ഫ്രീ ടൈം മാക്സിമം ഇതിലേക്ക് നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ വലിയൊരു മാറ്റം വരുത്താൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുന്നുണ്ടാകും. ഇപ്പൊ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനമായിരിക്കാം, നമ്മൾ എപ്പോ ഉറങ്ങണം, എപ്പോ എണീക്കണം, എപ്പോ ഭക്ഷണം കഴിക്കണം, എപ്പോ ഒരു ഫാമിലിയോടൊപ്പം നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യണം, എപ്പോ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ജോലിയുള്ള വ്യക്തിയാണെങ്കിൽ ആ ഒരു ജോലി ചെയ്യുന്ന സ്ഥാപനമായിരിക്കും. പക്ഷെ അവിടെ നമുക്ക് ഒരു ടൈം ഫ്രീഡം ലഭിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പൊ നമ്മൾ ഈ ഒരു പ്രോജക്റ്റുമായിട്ട് നമ്മൾ കണക്ട് ആയാൽ നമ്മൾ എപ്പോ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. നമ്മുടെ ഫ്രീ ടൈം മാത്രം ഇതിലേക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ലൈഫിൽ വലിയൊരു സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മഹത്തരമായിട്ടുള്ള ഒരു അവസരത്തിലേക്കാണ് ഇന്ന് നിങ്ങൾ എല്ലാവരും കണക്ട് ആയിരിക്കുന്നത്. അതുപോലെ ഗുഡ് ഹെൽത്ത്, നമുക്ക് നല്ലൊരു ആരോഗ്യം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇന്ന് നമ്മളൊക്കെ സാധാരണക്കാര്, നമ്മളൊക്കെ രോഗം വന്നതിന് ശേഷം ചികിത്സിക്കാറുള്ളൂ അല്ലെ. അപ്പൊ രോഗം വരാതെ നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ സംരക്ഷിക്കണം എന്ന് പലർക്കും അറിയുന്നുണ്ടാവില്ല. തീർച്ചയായിട്ടും അതിനുള്ള വലിയൊരു സൊല്യൂഷൻ ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതൊക്കെ ഇനി വരും സെഷനിലൂടെയൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും. അതുപോലെ ലിവ് എ ലെഗസി, ഈ ഒരു പ്രൊജക്ട് നമ്മളിൽ മാത്രം ഒതുങ്ങുന്നില്ല. നമ്മുടെ കുട്ടികൾക്ക് 18 വയസ്സാകുമ്പോൾ അവരിലേക്ക് കൈമാറ്റം ചെയ്തു കൊടുത്തുകൊണ്ട് അവർ നമ്മളെ ഓർത്തു വെക്കുന്ന രൂപത്തിൽ ഒരു ലെജൻഡറി ലൈഫ് ആസ്വദിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുന്നുണ്ടാകും. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ഭാവി സുരക്ഷിതമാകണമെങ്കിൽ നമ്മൾ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കേണ്ടി വരും. അവരൊരു ജോലിക്ക് വേണ്ടി നമ്മൾ പ്രാപ്തരാക്കേണ്ടി വരും. പക്ഷേ അവിടെയാണ് ഈ ഒരു ബിസിനസിന്റെ സാമ്പത്തിക സാധ്യതയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു പ്രൊജക്ട് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ട് അവരുടെ ലൈഫ് പൂർണ്ണമായിട്ട് നമുക്ക് സുരക്ഷിതമാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടാകും. അതുപോലെ ഏർലി റിട്ടയർമെന്റ് പോസിബിൾ ആണ്. ഇപ്പോ ഗവൺമെന്റ് പ്രൈവറ്റ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന വ്യക്തിയെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു 60-65 വയസ്സ് വരെ ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കീഴിൽ അത്രയും കാലം അവർ വർക്ക് ചെയ്താലും ആ ഒരു ടൈം ആകുമ്പോൾ 65 വയസ്സാകുമ്പോൾ റിട്ടയർമെന്റ് കാലാവധിയായി അല്ലേ. അപ്പൊ റിട്ടയർമെന്റ് ലൈഫിലേക്ക് അവർ എങ്ങനെയാണ് വരുന്നത്? ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയായിട്ടുണ്ടാവാം, ഒരുപാട് രോഗങ്ങൾക്ക് അഡിക്റ്റ് ആയിട്ടുണ്ടാകും. അതുപോലെ അവരുടെ ഒരുപാട് ബാധ്യതകളൊക്കെ ആയിട്ടായിരിക്കാം ആ ഒരു റിട്ടയർമെന്റ് ലൈഫിലേക്ക് അവർ വരുന്നുണ്ടാവുക. തുടർന്ന് ജീവിക്കാൻ വേണ്ടി അവർ വീണ്ടും വേറെ ജോലികൾ അന്വേഷിച്ചു പോകുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലെ. അവിടെയാണ് നമുക്ക് ഈ ഒരു ബിസിനസിന്റെ സാമ്പത്തിക സാധ്യതയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനൊരു സിസ്റ്റമാണുള്ളത്. ആ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു 3-4 വർഷം കൊണ്ട് തന്നെ ഒരു റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കാൻ ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടാകും. ഇപ്പൊ നമ്മളൊക്കെ ആക്റ്റീവ് ഇൻകത്തിന്റെ ആളുകളാണ് അല്ലെ. ആക്ട് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് വരുമാനം കിട്ടുന്നു. എന്തെങ്കിലും കാരണം കൊണ്ട്, എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം കൊണ്ട് നമ്മൾ ചെയ്യുന്ന ജോലിയിലേക്ക് നമുക്ക് ഒരാഴ്ച പോകാൻ സാധിക്കാതെ വന്നാൽ ആ ഒരാഴ്ചത്തെ വരുമാനം വരെ നമുക്ക് കട്ട് ചെയ്തിട്ടാണ് നമുക്ക് ലാസ്റ്റ് സാലറി കിട്ടുന്നുണ്ടാവുക. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ആബ്സെൻസിലും നമുക്ക് വരുമാനം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു മഹത്തരമായിട്ടുള്ള ഒരു അവസരം കൂടിയാണിത്. അതുപോലെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നമുക്ക് സാധ്യമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, വിന്നിംഗ് ടീം എന്ന ഓർഗനൈസേഷന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മളെല്ലാവരും ഈ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നത്. ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി വിദ്യാഭ്യാസ യോഗ്യത യാതൊരുവിധ പ്രശ്നവും അല്ല. 18 വയസ്സായ ഏതൊരു വ്യക്തിക്കും ഇതുമായിട്ട് കണക്ട് ആവാവുന്നതാണ്. നമുക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസും സപ്പോർട്ടും മെന്റർഷിപ്പും ട്രെയിനിങ്ങും എല്ലാം നമുക്ക് ഈ ഒരു ഓർഗനൈസേഷനിലൂടെ നമുക്ക് ലഭിക്കുന്നത് വഴി നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ സക്സസ് ആവാനും അതുപോലെ നമുക്ക് നമ്മളിൽ തന്നെ ഒരു മാറ്റം ആസ്വദിക്കാനും തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുന്നുണ്ടാകും. അതുപോലെ ട്രാവൽ അറൌണ്ട് ദ വേൾഡ്, നമ്മളൊക്കെ ടൂർ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ. എവിടേക്കാണ് നമ്മൾ പോകുന്നത്? നമ്മുടെ കുട്ടികളുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ തൊട്ടടുത്തുള്ള പാർക്കിലേക്കോ ബീച്ചിലേക്കോ പ്രദേശങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുന്നുണ്ടായിരിക്കാം. പക്ഷേ ഏതൊരു വ്യക്തിയുടെയും സ്വപ്നങ്ങളിൽ മാറ്റിവെച്ച ഒരു കാര്യമുണ്ടാവും, വിദേശ ടൂർ ഒന്ന് പോവാൻ സാധിച്ചിരുന്നുവെങ്കിൽ. നമ്മളിപ്പോ ചെയ്യുന്ന നമ്മുടെ ഇപ്പോഴത്തെ വരുമാനത്തിൽ നിന്ന് നമുക്കൊരു വിദേശ ടൂർ പോകാൻ നമുക്ക് സാധിക്കുമോ? നമുക്ക് ഒരിക്കലും സാധിക്കില്ല. എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രോജക്റ്റുമായിട്ട് നമ്മൾ വെൽ കണക്റ്റഡ് ആയിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ വർഷത്തിൽ 3 വിദേശ ടൂറുകൾ പോകാനുള്ള ഒരു അവസരം കൂടി നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ ഹെൽപ്പിംഗ് അതേഴ്സ്, മറ്റുള്ളവരെ നമുക്ക് സഹായിക്കാൻ സാധിക്കുന്നുണ്ടാകും. നമുക്ക് ചുറ്റും ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ഒട്ടനവധി വ്യക്തികളെ നമ്മൾ ദിനം പ്രതി
പദ്ധതി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലെ. നമ്മുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും ആ ഒരു വ്യക്തിയെ എനിക്കൊന്ന് സഹായിക്കാൻ സാധിച്ചിരുന്നു എങ്കിൽ എന്ന്. ഇപ്പൊ എന്തിനും ഏതിനും എക്സ്പെൻസ് എല്ലാം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു വ്യക്തിയെ സഹായിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് സാധിക്കുമോ? ഒരിക്കലുമില്ല. നമ്മളെ തൊട്ടടുത്ത ബന്ധു ആണെങ്കിൽ പോലും അവരെ എല്ലായ്പ്പോഴും സഹായിക്കാൻ നമുക്ക് സാധിക്കില്ല. ചിലപ്പോൾ ഒന്നോ രണ്ടോ വട്ടം ഒക്കെ നമ്മൾ സഹായിച്ചു എന്നിരിക്കാം. പക്ഷെ എല്ലായ്പ്പോഴും സഹായിക്കാൻ ആരെയും ഇന്നത്തെ കാലഘട്ടത്തിൽ ആരെയും സഹായിക്കാൻ നമുക്ക് സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ ആണ്. കാരണം എല്ലാത്തിനും എക്സ്പെൻസ് കൂടുതലാണ്. അപ്പൊ നമുക്ക് തന്നെ നമ്മൾ അധ്വാനിക്കുന്നതിൽ നിന്ന്, നമ്മുടെ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് നമുക്ക് തന്നെ ഒരു തികയാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. ആ സ്ഥാനത്ത് ഈ ഒരു പ്രൊജക്റ്റ് ആണ് അവരിലേക്ക് കൊടുക്കുന്നത് എങ്കിലോ നമുക്ക് തീർച്ചയായിട്ടും അവർക്ക് ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും അവരെ ഹെൽപ്പ് ചെയ്യാൻ, പൂർണ്ണമായിട്ടും ഹെൽപ്പ് ചെയ്യാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുന്നുണ്ടാകും. ഇതെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു ഇന്ത്യൻ കമ്പനിയിൽ നിന്നാണ്. 2004 ഡൽഹി ബേസ്ഡ് പ്രവർത്തനം ആരംഭിച്ച ഒരു കമ്പനിയാണ് വെസ്റ്റീജ്. ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ വെറും 10 പ്രോഡക്റ്റ്, 2 ഓഫീസ്, 6 ഡിസ്ട്രിബ്യൂട്ടർ മാത്രമാണ് കമ്പനിക്ക് ഉണ്ടായിരുന്നത്. ഇന്ന് 22 വർഷം വലിയൊരു സക്സസോട് കൂടി പൂർത്തീകരിച്ച കമ്പനിക്ക് ഇന്ന് നിലവിൽ 450ഓളം ഓൺ പ്രോഡക്റ്റുകൾ, 5000-ലേറെ ഓഫീസുകൾ, 5 കോടിയിലധികം ഡിസ്ട്രിബ്യൂട്ടറും കമ്പനിക്ക് സ്വന്തമായിട്ടുണ്ട്. ഇതിലെ ഫൗണ്ടേഴ്സ് ആണ് മിസ്റ്റർ ഗൗതം ബാലി സർ, അതുപോലെ കൻവർ ബീൻസ് സർ, ദീപക് സു സർ. ഈ 3 മാനേജിംഗ് ഡയറക്ടർമാരുടെ വിഷനും മിഷനുമാണ് വെസ്റ്റീജ് കമ്പനി. ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ തന്നെ ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കുക, അതുപോലെ സാധാരണക്കാരായ ജനങ്ങളെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാൻ സഹായിക്കുക എന്ന വിഷനും മിഷനുമായിട്ടാണ് വെസ്റ്റീജ് കമ്പനി മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ മാനുഫാക്ചറിംഗ് പ്ലാന്റ് വരുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ഇതിന്റെ ഹെഡ് ഓഫീസ് വരുന്നത് ഡൽഹിയിലാണ്. ബ്രാഞ്ച് ഓഫീസ് വരുന്നത് എറണാകുളത്താണ്. കേരളത്തിന്റെ 12 ജില്ലകളിലായിട്ട് ഇതിന്റെ ഔട്ട്ലെറ്റുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ ഒന്നാണ് വെസ്റ്റീജ് കമ്പനി. വേൾഡിൽ നോക്കുകയാണെങ്കിൽ 38ാമത്തെ പൊസിഷനിലാണ് നമ്മുടെ കമ്പനി ഉള്ളത്. ഇത് ഇന്ത്യയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇന്റർനാഷണൽ രാജ്യങ്ങളായിട്ടുള്ള UAE, സൗദി അറേബ്യ, നേപ്പാൾ, ബംഗ്ലാദേശ്, തായ്ലൻഡ്, ഗാന, ഐവറി കോസ്റ്റ് ആൻഡ് ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിലെല്ലാം നിലവിൽ റൺ ചെയ്തു വരുന്നു. ഇനിയും 30ഓളം രാജ്യങ്ങളെ ഫോക്കസ് ചെയ്തു പോകുന്ന ഒരു കമ്പനി കൂടിയാണ് വെസ്റ്റീജ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കമ്പനി ഏതാണെന്ന് ഞാൻ പരിചയപ്പെടുത്തി. ഈ ഒരു കമ്പനിയോടൊപ്പം നമ്മൾ അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം ഇതിലൂടെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും എന്നതിനെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളെന്ന വ്യക്തികൾ ഇതിൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചായിരിക്കും അല്ലെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. തീർച്ചയായിട്ടും നമ്മളൊരു കൺസ്യൂമർ ആണ് അല്ലെ. ജനിച്ച നാൾ മുതൽ ഇന്നോളവും ഇനി മരണം വരെയും നമ്മൾ കൺസ്യൂമർ ആയിട്ട് തുടരേണ്ടവരാണ്. ഒരു കൺസ്യൂമറിന് എവിടെയും ഒരു ലാഭമോ ഒരു വരുമാന മാർഗമോ ഒന്നും ലഭിക്കുന്നില്ല. അതിന്റെ കാരണം എന്താണ്? നമ്മളൊക്കെ ഗുഡ് മോർണിംഗ് മുതൽ ഗുഡ് നൈറ്റ് വരെ ഒട്ടനവധി പ്രോഡക്റ്റുകൾ, വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്രോഡക്റ്റുകളാണല്ല. കാരണം നമ്മൾ ഡെയിലി കുളിക്കുന്നവരാണ്, പല്ല് തേക്കുന്നവരാണ്, വസ്ത്രം കഴുകുന്നവരാണ്, വീട് വൃത്തിയാക്കുന്നവരാണ്, പാത്രം കഴുകുന്നവരാണ്. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ ദിനം പ്രതി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഈ ആക്ടിവിറ്റീസിനൊക്കെ നമുക്ക് ഓരോരോ പ്രോഡക്റ്റുകളും നമുക്ക് അത്യാവശ്യമാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം പ്രോഡക്റ്റുകൾ നമുക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്നോളവും ഇനി മരിക്കുന്നത് വരെയും നമ്മൾ നിർബന്ധമായിട്ടും മേടിക്കേണ്ടത് തന്നെയാണ്. അത് നമ്മൾ എവിടെ നിന്നാണ് മേടിക്കുന്നത്? ട്രഡീഷണൽ മാർക്കറ്റിംഗ് മെത്തേഡിലൂടെയാണ് നമ്മൾ മേടിക്കുന്നത്. ഈ ഒരു രീതിയാണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്കൊരു വരുമാനം കിട്ടാത്തതിന്റെ കാരണവും ഇത് തന്നെയാണ്. കാരണം ഒരു കമ്പനി ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നു, അത് C&F, സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, ഹോൾസെയിൽ, റീറ്റെയിൽ ഇത്രയും ആളുകളുടെ കൈകൾ മറിഞ്ഞിട്ടാണ് ഒരു കൺസ്യൂമറുടെ കൈകളിലേക്ക് എത്തുന്നത്. നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഷോപ്പിൽ പോയിട്ടായിരിക്കാം ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങുന്നുണ്ടാവുക. ഒരിക്കലും ആ ഒരു കമ്പനി ഉൽപ്പാദിപ്പിച്ച പ്രോഡക്റ്റ് നമ്മൾ നേരിട്ട് പോയി കമ്പനിയിൽ നിന്ന് ഇന്നേ വരെ നമ്മൾ മേടിച്ചിട്ടില്ല അല്ലെ. അപ്പൊ ഈ ഒരു കമ്പനി ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ചാൽ അത് കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് ആ ഒരു കമ്പനിയുടെ പരസ്യം എങ്ങനെയാണ് എത്തുന്നത്? TV ചാനൽ, പത്രം, പരസ്യം, സെലിബ്രിറ്റീസ് ഒക്കെ വഴി ആയിരിക്കാം നമ്മളിലേക്ക് എത്തുന്നുണ്ടാവുക. നമ്മൾ ആ ഒരു പരസ്യമൊക്കെ ആയിരിക്കാം കാണുന്നുണ്ടാവുക അല്ലെ. അപ്പൊ ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ തൊട്ടടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് മേടിക്കുന്നു. അപ്പൊ ഈ കമ്പനിക്ക് ഈ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി വരുന്നത് വെറും 40% തുക മാത്രമാണ്. 60% തുക നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടാണ് ഇത്തരം പ്രോഡക്റ്റുകൾ മേടിക്കുന്നത്. 100 രൂപ, 40 രൂപയുടെ പ്രോഡക്റ്റിന് 100 രൂപയും കൊടുത്തിട്ടാണ് നമ്മൾ മേടിക്കുന്നുണ്ടാവുക. അപ്പോ ഈ 60% തുക എവിടേക്കാണ് പോകുന്നത്? ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് സെലിബ്രിറ്റീസ് വന്ന് ഓരോ പ്രോഡക്റ്റിന്റെ പരസ്യം ചെയ്യുന്നത് നമ്മൾ TV ചാനൽ വഴിയൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലെ. അപ്പോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബൂസ്റ്റിന്റെ പരസ്യം ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ, ആ ഒരു പരസ്യം. അപ്പൊ ആ ബൂസ്റ്റിന്റെ പരസ്യം ചെയ്യുന്നത് ആരാണ്? സച്ചിനാണ്. അദ്ദേഹം എന്താണ് ആ ഒരു മെസ്സേജ് നമുക്ക് നൽകുന്നത്? ബൂസ്റ്റ് സീക്രട്ട് ഓഫ് മൈ എനർജി. ശരിക്കും ആ ഒരു ബൂസ്റ്റ് കഴിച്ചിട്ടാണോ അദ്ദേഹത്തിന്റെ എനർജി? ഒരിക്കലും അല്ല. അദ്ദേഹത്തിന്റെ ജോലിയുടെ ഭാഗമായിട്ട് ആ ഒരു കമ്പനിക്ക് വേണ്ടി, ആ ഒരു കമ്പനിയുടെ
പരസ്യം അദ്ദേഹം ചെയ്തു കൊടുക്കുന്നു. അത് ആ ഒരു പരസ്യത്തിലൂടെയാണ് ആ ഒരു പ്രോഡക്റ്റ് കമ്പനി ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് എത്തുന്നത്. നമ്മൾ ആ ഒരു പരസ്യം കണ്ടിട്ടായിരിക്കാം പ്രോഡക്റ്റ് പോയി മേടിക്കുന്നുണ്ടാവുക. അപ്പൊ കോടികളാണ് ആ ഒരു പരസ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പനി ഇദ്ദേഹത്തിന് കൊടുക്കുന്നത്. അപ്പം വെറും 40% തുക മേക്കിംഗ് കോസ്റ്റ് വരുന്ന പ്രോഡക്റ്റിന് എക്സ്ട്രാ 60% തുക കൊടുത്തിട്ട് ജീവിതകാലം മുഴുവൻ ഈ പ്രോഡക്റ്റുകൾ, ഇത്തരം പ്രോഡക്റ്റുകൾ, വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കുന്നത് ആരാണ്? കൺസ്യൂമർ ആയിട്ടുള്ള നമ്മളാണ്. അപ്പൊ ഇവിടെ ഒരു കൺസ്യൂമറിന് യാതൊരുവിധ ലാഭവും ഇവിടെ ഇല്ല. ഇവിടെ കമ്പനിക്ക് ലാഭമുണ്ട്, ഇടനിലക്കാർക്ക് ലാഭമുണ്ട്, പരസ്യക്കാർക്ക് ലാഭമുണ്ട്, സെലിബ്രിറ്റീസിന് ലാഭമുണ്ട്. ഈ ഒരു മെത്തേഡിലൂടെ ഒരു കൺസ്യൂമറിന് എവിടെയെങ്കിലും ഒരു ലാഭം കിട്ടുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. നമുക്കിവിടെ ലാഭം കിട്ടുന്നില്ല. അപ്പൊ ഈ 60% തുക നമ്മളാണ് ഇവർക്ക് വേണ്ടി കൊടുക്കുന്നത്. നമ്മളിലൂടെയാണ് ഇവരെല്ലാം റിച്ച് ആൻഡ് ഫേമസ് ലൈഫ് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇതേ 60% തുകയിലൂടെ നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം വരുത്താൻ, നമുക്കൊരു റിച്ച് ആൻഡ് ഫേമസ് ലൈഫ് ആസ്വദിക്കാൻ, നമുക്കൊരു സെലിബ്രിറ്റി ആവാനുള്ള ഒരു അവസരം നൽകുന്ന ഒരു കമ്പനിയാണ് വെസ്റ്റേജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു ഇന്ത്യൻ കമ്പനി. ഇതൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. ഈ ഒരു സ്ക്രീനിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കമ്പനിക്ക് മാർക്കറ്റിംഗ് എക്സ്പെൻസ് ഒന്നും വരുന്നില്ല. കാരണം എന്താണ്? ഇവിടെ ഇടനിലക്കാരോ പരസ്യക്കാരോ ഒന്നും തന്നെ ഇല്ല. ഇവരെല്ലാം കമ്പനി പാടെ ഒഴിവാക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ കമ്പനിയും നമ്മളും മാത്രം നേരിട്ട് നടക്കുന്ന ഒരു ഇടപാടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, അല്ലെ? കമ്പനിയിൽ നിന്നും നേരിട്ട് കൺസ്യൂമർ ആയിട്ടുള്ള നമ്മൾ നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ മേടിക്കുന്നു. അപ്പൊ ഇവിടെ മാർക്കറ്റിംഗ് എക്സ്പെൻസ് കമ്പനിക്ക് വരാത്തത് കൊണ്ട് തന്നെ കമ്പനിക്ക് 40 മേക്കിംഗ് കോസ്റ്റ് മാത്രമേ കമ്പനി എടുക്കുന്നുള്ളൂ. 60% തുക കൺസ്യൂമർ ആയിട്ട് തുടരുന്ന നമ്മളിലേക്ക് തന്നെ വീതിച്ചു തരുന്ന ഒരു മെത്തേഡിനെയാണ് കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ 60% തുകയിലൂടെ നമ്മുടെ ലൈഫ് റിച്ച് ആൻഡ് ഫേമസ് ലൈഫ് ആസ്വദിക്കാനും, നമുക്കൊരു സെലിബ്രിറ്റി ആവാനും, നമുക്കൊരു പാസീവ് ഇൻകത്തിലേക്ക് മൂവ് ഓൺ ചെയ്യാനും ഒക്കെയുള്ള ഒരു അവസരം നമുക്ക് ഈ ഒരു കമ്പനിയിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കമ്പനിയോടൊപ്പം നമ്മൾ അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ചേഞ്ച് യുവർ ഷോപ്പ് ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. നമ്മുടെ ലൈഫിൽ ചെറിയൊരു മാറ്റം, നമ്മൾ ഇത്ര കാലവും ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു മാർക്കറ്റിംഗ് രീതി, ട്രഡീഷണൽ രീതി നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വെസ്റ്റേജിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ലൈഫിൽ വലിയൊരു മാറ്റം സൃഷ്ടിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുന്നുണ്ടാകും. ഈ ഒരു ഡിവൈൻ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരിക്കും, അല്ലെ? ആ വ്യക്തിയുമായി സംസാരിക്കുക. ഈ ഒരു കമ്പനിയോടൊപ്പം രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും അവർ നിങ്ങൾക്ക് നൽകുന്നുണ്ടാകും. ഫ്രീ രജിസ്ട്രേഷൻ ആണ്. ഓക്കെ. ഒരു കൺസ്യൂമർ ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ 50% ബെനിഫിറ്റ്സ് കമ്പനി തീർച്ചയായിട്ടും നമുക്ക് നൽകുന്നുണ്ട്. MRP 10 to 20 ഓഫ്. MRP പ്രൈസിൽ നിന്നും 10 മുതൽ 20, 35% വരെയൊക്കെ ഓഫിലാണ് നമുക്ക് ഓരോ പ്രോഡക്റ്റുകളും നമുക്ക് ലഭിക്കുന്നത്. റീപർച്ചേസിംഗ് ഓഫ് അപ് ടു 10%. ഓരോ പർച്ചേസിംഗിലും 10% ഫ്രീ പ്രോഡക്റ്റ് നമുക്ക് ലഭിക്കുന്നു. ക്യാഷ് ബാക്ക് 5 to 60%. കമ്പനിയോടൊപ്പം രജിസ്റ്റർ ചെയ്യുന്ന ആ സമയത്ത് നമ്മൾ 5% പിന്നീട് അത് 8, 12, 16 എന്നീ പൊസിഷനിലേക്ക് മൂവ് ഓൺ ചെയ്യുന്നുണ്ടാവും. നമ്മൾ ഏത് പൊസിഷനിലാണോ നിൽക്കുന്നത്, നമ്മുടെ നെറ്റ്വർക്കിൽ നടന്ന ബിസിനസ്സിനുള്ള ഒരു ക്യാഷ് ബാക്ക് എല്ലാ മാസവും 10-ാം തീയതി കമ്പനി നമ്മുടെ അക്കൗണ്ടിലേക്ക് നൽകുന്നുണ്ടാകും. ഈ ഒരു 16% ക്യാഷ് ബാക്ക് സ്വീകരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അതുപോലെ മണി ബാക്ക് ഗ്യാരണ്ടി 100%. കമ്പനിക്ക് 450ഓളം പ്രോഡക്റ്റുകളുണ്ട്. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങുന്നു, നമ്മൾ ഉപയോഗിക്കുന്നു, നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതിന്റെ കാരണം സഹിതം വ്യക്തമാക്കിക്കൊണ്ട് തിരിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ 100% മണി ബാക്ക് ഗ്യാരണ്ടി കമ്പനി അഷ്വർ ചെയ്യുന്നുണ്ട്. ഇത്രയും ഉറപ്പ് കമ്പനി നമുക്ക് നൽകാൻ കാരണം 22 വർഷമായിട്ടും ഇന്നേ വരെ 450ഓളം പ്രോഡക്റ്റുകൾ ഉണ്ട്. 5000-ത്തിലധികം ആളുകൾ ഈ കമ്പനിയോടൊപ്പം അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടും ഒരു പ്രോഡക്റ്റ് പോലും 6 കോടിയിലധികം ആളുകൾ ഇതോടൊപ്പം അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടും ഒരു പ്രൊഡക്റ്റ് പോലും ഒരാൾക്ക് പോലും തിരിച്ചു കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. കാരണം അത്രയ്ക്കും 100% നാച്ചുറൽ ക്വാളിറ്റിയിലും അഫോർഡബിൾ പ്രൈസിലുമാണ് നമുക്ക് ഓരോ പ്രോഡക്റ്റുകളും നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ കൺസിസ്റ്റൻസി ഓഫർ നമ്മളൊക്കെ ഒരു സ്ഥിരതയുള്ള ഒരു കസ്റ്റമർ ആവുക. നിലവിൽ നമ്മൾ ട്രഡീഷണൽ മേഖലയിൽ സ്ഥിരതയുള്ള ഒരു കസ്റ്റമർ ആണ്, അല്ലെ? തീർച്ചയായിട്ടും നമ്മൾ ജനിച്ചതാൾ മുതൽ ഇന്നോളം ഇനി മരണം വരെയും ഒരു സ്ഥിരതയുള്ള ഒരു കസ്റ്റമർ ആയിട്ട് ആ മേഖലയിൽ തുടർന്നാൽ ഒരിക്കലും നമുക്കൊരു ലാഭമോ ഒരു വരുമാന മാർഗമോ ഒന്നും നമുക്ക് ലഭിക്കുന്നുണ്ടാവില്ല. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വെസ്റ്റേജ് കമ്പനിയുടെ സ്ഥിരതയുള്ള ഒരു കസ്റ്റമർ ആവുക. നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ, നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അത് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ 100 പോയിന്റ് വാല്യൂ, അതായത് 3000-3500 രൂപയ്ക്കുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ മന്ത്ലി 4 മാസം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് മേടിക്കുന്നത് എങ്കിൽ ഓരോ 4 മാസം കൂടുമ്പോഴും നമുക്ക് 2515 രൂപയുടെ ഫ്രീ പ്രോഡക്റ്റും അതോടൊപ്പം പർച്ചേസ് ചെയ്യുന്നതോടൊപ്പം നമുക്ക് ഫ്രീ പ്രോഡക്റ്റ് നമുക്ക് ലഭിക്കുന്നു. ഇതൊരു ജോയിനിങ് സ്കീം അല്ല, വൺ ടൈം ഓഫർ അല്ല. എത്ര കാലം നമുക്ക് വെസ്റ്റേജ് കമ്പനിയുടെ ഒരു
കസ്റ്റമർ ആയിട്ട് തുടരാൻ സാധിക്കുന്നുവോ അത്ര കാലവും നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്ന ഒരു ഓഫറാണ്. ഇക്കാലം വരെ നമ്മൾ എത്ര കാലമായി ട്രഡീഷണൽ മേഖലയിൽ നമ്മളൊരു സ്ഥിരതയുള്ള ഒരു കസ്റ്റമർ ആയിട്ട് തുടരാൻ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും ഒരു വരുമാന മാർഗമോ ഒരു ഫ്രീ പ്രോഡക്റ്റോ എന്തെങ്കിലും ഒരു ലാഭമോ നമുക്ക് ആ ഒരു മേഖലയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. തീർച്ചയായിട്ടും അവിടെയാണ് ഞാൻ ഈ പരിചയപ്പെടുത്തിയ ഈ പ്രോജക്റ്റിന്റെ സാമ്പത്തിക സാധ്യതയെ കുറിച്ച് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. കാരണം നമ്മുടെ നിത്യജീവിത ചെലവിനെയാണ് നമ്മൾ ഇവിടെ ഒരു വരുമാനമാക്കി മാറ്റുന്നത്. കമ്പനി ഈ ഒരു ബിസിനസ് ആയിട്ട് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ 9 ടൈപ്പ് ഇൻകം കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് വീട് വെക്കാനും വാഹനം മേടിക്കാനും അതുപോലെ വിദേശ ടൂറുകൾ പോവാനും ബാക്കിയുള്ളതെല്ലാം ബോണസുകളായിട്ട് കമ്പനി നമുക്ക് നൽകുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഇനിയുള്ള സെഷനിലൂടെയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും. ഈ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നത് നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളെ ടീമിനോടൊപ്പം അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാനും സക്സസ് ആവാനും നമുക്ക് സാധിക്കുന്നുണ്ടാവുക. ഓക്കെ, ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ഇന്ന് ലോകത്തിൽ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന 3 വലിയ ഇൻഡസ്ട്രികളാണ് ഞാനിവിടെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന. ഈ ഒരു പ്രോജക്റ്റ് നെറ്റ്വർക്ക് ക്രിയേഷൻ ആണ്. നമ്മുടെ നെറ്റ്വർക്ക് എത്രത്തോളം എക്സ്പാൻഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുവോ അത്രത്തോളം വരുമാനം ഇതിലൂടെ ഏൺ ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ടാകും. അതുപോലെ ദ വെൽനസ് റെവല്യൂഷൻ, ഞാനിവിടെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കമ്പനി വെൽനസ് ഓറിയന്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടി ജീവിക്കാനുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നമുക്ക് ലഭിക്കുന്ന ഒരു മേഖല കൂടിയാണിത്. അതുപോലെ ഇ കൊമേഴ്സ് മെത്തേഡിലൂടെയൊക്കെ നമ്മൾ ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടാവും. നമ്മുടെ ഒക്കെ ഫോണിൽ ഫ്ലിപ്കാർട്ടും ആമസോണും മീഷോ ഒക്കെ ഉണ്ടാവും അല്ലെ. നമുക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റുകൾ ആ ഒരു രീതിയിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. കാരണം അവിടെയും ഒരു കൺസ്യൂമറിന് ഒരു ലാഭമോ ഒരു വരുമാന മാർഗമോ ഒന്നും ലഭിക്കുന്നില്ല. കാരണം എന്താണ്? അതൊക്കെ അമേരിക്കൻ കമ്പനികളുടെ ആപ്ലിക്കേഷനാണ്. അതിന്റെ ലാഭം കൊണ്ടുപോകുന്നത് അമേരിക്കൻ കമ്പനികളാണ്. ഇവിടെ നമ്മൾ ഈ ഒരു വെസ്റ്റീജ് കമ്പനിയോടൊപ്പം നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വെസ്റ്റീജ് കമ്പനിയുടെ സ്വന്തം ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് പർച്ചേസ് ചെയ്യാനും നമുക്ക് ബിസിനസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കമ്പനിയുടെ ചെറിയൊരു സ്ട്രക്ചർ മാത്രമാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തിയത്. ഇനി കേട്ടതിൽ വെച്ച് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കാം. ആ ഒരു സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരം, ഒരു മഹത്തരമായിട്ടുള്ള ഒരു അവസരം കൂടി നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. മാക്സിമം അതെല്ലാം ഉപയോഗപ്പെടുത്തുക, നല്ലൊരു തീരുമാനം എടുക്കുക. നല്ലൊരു ശക്തമായിട്ടുള്ള ഒരു തീരുമാനം എടുത്ത് പ്രവർത്തിക്കാൻ നിങ്ങൾ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ, നിങ്ങളുടെ കുട്ടികൾക്ക് 18 വയസ്സാകുമ്പോൾ അവരിലേക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനൊക്കെ ഈ ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടാവും. അതുകൊണ്ട് നല്ലൊരു തീരുമാനം എടുക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബാക്ക് ടു MC. താങ്ക് യു മാഡം. താങ്ക് യു. എല്ലാവർക്കും നല്ലപോലെ തന്നെ മനസ്സിലാവുന്ന പോലെ പറഞ്ഞു കൊടുത്ത പ്ലാൻ പ്രസന്റേഷനൊക്കെ. ഇനി അടുത്തത് നമുക്കൊരു ക്ലോസിംഗ് സെക്ഷൻ ആണ്. ക്ലോസിംഗ് സെക്ഷനായിട്ട് ഞാൻ അശ്വിനി മേഡത്തെയാണ് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. അശ്വിനി മേഡം UAE ഒരു അക്കൗണ്ടന്റ് കളക്ഷൻ ഓഫീസർ കൂടിയായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ജോലിയുടെ കൂടെ തന്നെ പാർട്ട് ടൈം ആയിട്ടാണ് ഈ ഒരു ബിസിനസ് ചെയ്തുകൊണ്ട് ഇപ്പൊ അത് ഫുൾ ടൈം ആയിട്ടും മാഡം അത് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ സർട്ടിഫൈഡ് NLP പ്രാക്ടീഷണർ കൂടിയാണ് അശ്വിനി മേഡം. വെൽക്കം അശ്വിനി മേഡം. താങ്ക് യു അക്ഷയ, വളരെ നന്നായിട്ട് തന്നെ എന്നെ ഇൻവൈറ്റ് ചെയ്തു. അപ്പൊ ഇതിനി ലാസ്റ്റ് ക്ലോസിംഗ് സെഷൻ ആണ്. ക്ലോസിംഗ് സെഷനിൽ പുതിയതായിട്ട് വന്ന ആൾക്കാർക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും ചോദിക്കാം, നമ്മൾ ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും. പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? നിങ്ങൾക്ക് സെൽഫ് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ജസ്റ്റ് ആ മൈക്ക് ഒന്ന് ടച്ച് ചെയ്താൽ മതി. പുതിയതായിട്ട് ഇതില് കുറെ പേരെ കാണുന്നുണ്ട്, എല്ലാവരുടെ പേരൊന്നും കാണുന്നില്ല. ജാസ്മി മാഡം സംസാരിച്ചോ? ജാസ്മി മാം. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ? ക്ലിയർ ആവുന്നില്ല. കൊറേ പറഞ്ഞൊന്ന് കട്ടാവുന്നുണ്ടായിരുന്നേ. ഓക്കെ ഇപ്പഴാ മനസ്സിലായി എന്നെയാ വിളിച്ചതെന്നായിരുന്നു. ഓക്കെ, ഞാൻ പറയുന്ന കേൾക്കുന്നില്ലേ? കേക്കാം. ഇപ്പൊ ഓക്കെയാണ്. കൊറേയൊക്കെ കട്ടാകുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ എന്റെ പേര് പറയുന്ന കേട്ടപ്പോ ഞാൻ ഓണാക്കി. വിളിച്ചതെന്ന് ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. അത്രയും നേരം ഒന്നും കേൾക്കുന്നില്ലായിരുന്നു. പിന്നെ ജാസ്മിൻ കേട്ടില്ല. ടൈമിൽ മാത്രമേ ഇത് ഓണായത്. ഓക്കെ, ഇപ്പൊ നോർമലി നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ അത് പറഞ്ഞുതരാം.
റെക്കോർഡ് അയച്ചുതരാം കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് ഒന്നുകൂടി റെക്കോർഡ് സെഷന് കേട്ട് നോക്കൂ. ആരാണോ ഇൻവൈറ്റ് ചെയ്തത്, ഷംന ടീച്ചർ അല്ലേ? അപ്പോൾ ടീച്ചർ നിങ്ങൾക്ക് റെക്കോർഡ് അയച്ചു തരും. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിൽ ഓക്കെ. എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ആ ഡൗട്ട്സ് ചോദിച്ചോളൂ, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഫുള്ള് ഡൗട്ട്സ് തന്നെയാണ് മാം. ഒന്നും ആണോ? എനിക്ക് ക്ലിയർ ആയിട്ടില്ല. അതെ. അത് കൊറേ കട്ടായിരുന്നു. ഇതാ ഇപ്പോഴും പോയോ? ഓക്കെ. കൊറേ കൊറേ കട്ടാകുന്നു. അങ്ങനെ ഒന്നും മനസ്സിലായില്ല എനിക്ക്. അങ്ങനെ ആണോ? അപ്പൊ അപ്പൊ ഞാനോർത്ത് നിങ്ങള് എല്ലാവർക്കും അങ്ങനെ പ്രോബ്ലം ഉള്ളതായിരിക്കും എന്ന് വിചാരിച്ചു. കുറച്ച് അല്ല, അത് മാത്രം നെറ്റ്വർക്ക് ഇഷ്യൂ ആ, നെറ്റ്വർക്ക് ഇഷ്യൂ ആ. ഓക്കെ. അതെ. അപ്പൊ നിങ്ങള് കുറച്ച് ദിവസം പ്ലാന് കേൾക്കുക. ഓക്കെ. ഇപ്പൊ നാളെ കൂടെ ഒന്ന് ആയിക്കോട്ടെ. കേട്ട് നോക്കൂ, റെക്കോർഡ് ഒന്ന് കേട്ട് ശരി. നോക്കൂ. അതിനുശേഷം നിങ്ങൾക്ക് എന്താണോ ഡൗട്ട്സ് വരുന്നത് അത് വന്ന് ചോദിച്ചാൽ ഞങ്ങൾ ക്ലിയർ ചെയ്ത് തരാം. ലൈവായിട്ട് തന്നെ നമ്മൾക്ക് പറഞ്ഞുതരാൻ പറ്റും. ഓക്കെ. എപ്പോഴൊന്ന് ഈ സമയത്തൊന്ന് കയറി നോക്കൂ. ആയിക്കോട്ടെ. ശരി. പിന്നെ ആരാ പുതിയ ആളുള്ളത്? കുറെ ഉണ്ട്. ഐഫോൺ ഉണ്ട്. ഒരു ഐഫോൺ കാണുന്നുണ്ടല്ലോ. ഒന്ന് പേര് പറയാമോ? റിയൽമി C112021. ഇതാരാണ്? ഇത് പ്രസാദ് മുണ്ടയത്ത് എന്റെ ആളാ എന്റെ ആളാ മാഡം. ആണോ? പുതിയ ആളാണോ? പുതിയതാ. ഓക്കെ. സാറിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ആർക്കും നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. പുതിയ ആൾക്കാർക്ക് ഇത് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ തന്നെ ഉള്ള സെഷനാണ്. അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. ഞാൻ വിളിക്കണമെന്നൊന്നുമില്ല. എല്ലാവരെയും എനിക്കിപ്പം മാഡം ഇതില് ചോദിച്ചോളൂ. ഇല്ല, കേട്ടോണ്ടിരിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ബിസിയാ, അതുകൊണ്ടാ. വേറെ സംശയമൊന്നുമില്ല. ഓക്കെ. അപ്പൊ ഇതില് നോർമലി പുതിയ ആൾക്കാർക്കും ഉള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ഇത് സെല്ലിംഗ് ആണോ എന്നുള്ളതാണ് അല്ലെ? എല്ലാവർക്കും തോന്നുന്നൊരു കാര്യമാണ്. ഇത് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ സെല്ലിംഗ് ആണോ? കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന സംഭവം അതാണ്. ഓക്കെ. അപ്പൊ അതില് മനസ്സിലാക്കുക, നമ്മൾ ഡോർ ടു ഡോർ സെല്ലിംഗ് കോൺസെപ്റ്റ് അല്ല നമ്മളിത്. കമ്പനി സെല്ലിങ്ങിന് വലിയ പ്രയോറിറ്റി കൊടുക്കുന്നില്ല. ഇപ്പൊ ഒരാൾക്ക് ഒരു ജോലി ഇല്ല, ഒരു ഓപ്ഷൻ ഇല്ല, അങ്ങനെ ഉള്ള ഒരാൾക്ക് ഇത് നമുക്ക് ഫീൽഡിൽ ഇറങ്ങി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അതിൽ ഇപ്പൊ സെല്ലിംഗ് ആയിട്ട് ഓപ്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ സെല്ലിംഗ് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഓക്കെ. നമ്മൾക്ക് കമ്പനി DP പ്രൈസിൽ പല ഡിസ്കൗണ്ട് 50% ഡിസ്കൗണ്ടോടെയാണ് നമ്മൾക്ക് പ്രോഡക്റ്റുകൾ കിട്ടുന്നുള്ളത്. ഓൺലൈനിൽ ഇന്ത്യ ലെവലിൽ ഞങ്ങൾക്ക് പ്രോഡക്റ്റുകൾ കിട്ടുന്നുണ്ട്. എല്ലാ സ്റ്റേറ്റിലും നമ്മൾക്ക് മോസ്റ്റ് ഓഫ് ദ ഡിസ്ട്രിക്റ്റിൽ നമുക്ക് കമ്പനീന്റെ ഔട്ട്ലെറ്റുകൾ ഉണ്ട്. പോയി വാങ്ങാം, ഓൺലൈനിൽ വാങ്ങാം. ഇതാണ് നമുക്ക് ഓപ്ഷൻ ഉള്ളത്. അപ്പം പ്രോഡക്റ്റ് ഇറങ്ങിയിട്ട് ഒരാൾ സെല് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലോ അത് ഒരിക്കലും ഒരു മോശമായ കാര്യമല്ല. നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റാൻഡേർഡ് ആയ പ്രോഡക്റ്റുകൾ, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് പ്രോഡക്റ്റ് ആണ് ചെയ്യുന്നവർക്ക് ആ ഒരു ഓപ്ഷന് തിരഞ്ഞെടുക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. അവരവരെ ഫ്രീഡമിൽ നമുക്ക് ഇനിയൊരാൾ ഒരു എംപ്ലോയി ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തതിനേക്കാളും എത്രയോ സ്വാതന്ത്ര്യത്തോടെ യാതൊരു ഹെഡേക്ക് ഇല്ലാതെ നമുക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് ചെയ്യാൻ പറ്റും. സെല്ലിങ് നമുക്ക് ഇത് ബിസിനസ് പ്രോഡക്റ്റ് തന്നെയാണ് നമ്മളത്. ഓക്കെ. പിന്നെ നമ്മൾ സെല്ലിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആക്റ്റീവ് ഇൻകം കിട്ടും. ഓക്കെ. ആക്റ്റീവ് ഇൻകം നമ്മളിപ്പോ എങ്ങനെ ഒരു ഡെയിലി വേജസിന് വർക്ക് ചെയ്യുന്നു അല്ലെ? നമുക്ക് മന്ത്ലി സാലറി കിട്ടും, അല്ലെങ്കിൽ ഡെയിലി വേജസിന് വർക്ക് വേജസ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾക്ക് ആക്റ്റീവ് ഇൻകം നമുക്ക് കിട്ടും. അതാണ് ഇതിൽ നമുക്ക് പ്രോഡക്റ്റ് സെല്ലിംഗ് എന്ന് ഇതിൽ നമുക്ക് വരുന്നത്. ബട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലംസ്, ഹെൽത്ത് ഇഷ്യൂ, എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമ്മളിത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇൻകം അവിടെ സ്റ്റോപ്പായി. സെയിം ലൈക്ക് ജോബ്. അതുപോലെ തന്നെ ബട്ട് കമ്പനി നമ്മളിൽ പറയുന്നുള്ളത് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാനാണ്. ഇപ്പൊ നമ്മൾ UAE ഉള്ളത്. ഇപ്പൊ ഇതിൽ ഗൾഫിലുള്ളവരാ ഉണ്ടോന്ന് അറിയില്ല. ഇന്നലെ ഞാൻ നോക്കിയ കുറെ പേരുണ്ടായിരുന്നു. അപ്പം ഓൾറെഡി റെക്കോർഡ് ആകുമ്പോൾ കുറെ പേര് കാണും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാണ്, ഗൾഫിലുള്ള അങ്ങനത്തെ ഇപ്പൊ നമ്മളങ്ങനത്തെ ആൾക്കാർ, ഇപ്പൊ ഞങ്ങൾ ഗൾഫിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു ബിസിനസ് എല്ലാ മാസം 14 ലക്ഷത്തിന് ടേൺ ഓവർ ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മൾ ഒരു പ്രോഡക്റ്റും ഇവിടെ സെല്ലിങ് ഞങ്ങൾ ചെയ്യുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ എങ്ങനെയാ ഇത് ചെയ്യുക? നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്താണ് ഞങ്ങൾ ചെയ്യുന്നുള്ളത്. ഈ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട്, ഇപ്പം ഈ ഒരു ബിസിനസ്സിലേക്ക് നിങ്ങൾ എങ്ങനെയാണോ കണ്ടു വന്നത്, അപ്പോൾ ഓൺലൈൻ വാട്സപ്പും സൂമും അതുപോലെ സോഷ്യൽ മീഡിയ FB ഇൻസ്റ്റ ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടെ സൂം പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബിസിനസ് നമ്മൾ ചെയ്യുന്നുള്ളത്. അപ്പം
നമ്മൾ യാതൊരു പ്രോഡക്റ്റ് നമ്മൾ സെല് ചെയ്യുന്നില്ല. ഈ കമ്പനീന്റെ കസ്റ്റമർ ആയിട്ട് നമ്മളെ വീട്ടിലേക്ക് വരുന്ന കൂടുതൽ സാധനങ്ങൾ മീൻസ് ഇപ്പൊ നമ്മളൊരു രാവിലെ എണിച്ച് ഉപയോഗിക്കുന്ന സോപ്പ് പേസ്റ്റ് മുതൽ നമുക്കുള്ള പ്രോഡക്റ്റ് കമ്പനീന്റെ നമ്മൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതുപോലത്തെ കുറെ പ്രോഡക്റ്റുകൾ ഉണ്ട്. അപ്പൊ നമ്മളത് ഉപയോഗിച്ചുകൊണ്ട് കസ്റ്റമറായിട്ട് നിന്നുകൊണ്ട് നമ്മൾ ആ ഒരു കസ്റ്റമർ ബെനിഫിറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യുന്നുള്ളത്. അപ്പം നമ്മൾക്ക് ഈ പ്രോഡക്റ്റ് സെല്ല് ചെയ്യാതെയും നമുക്ക് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ബിസിനസ് കൊണ്ടുപോകുന്ന സമയത്ത് ഇതാണ് നമ്മൾക്ക് ഒരു 5 to 8 years ഒക്കെ ആകുന്ന സമയത്ത് നമുക്ക് കംപ്ലീറ്റ്ലി ഈ ഒരു ബിസിനസ് നമുക്ക് വിട്ടു നിൽക്കാൻ പറ്റും. കാരണം നമ്മൾ പാസീവ് ഇൻകമിലേക്ക് എത്തും. ഓക്കെ, ആ ഒരു സിസ്റ്റമാണ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് മെത്തഡിൽ ഏത് മെത്തഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഓക്കെ എന്ന് തോന്നുന്നത് ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റും. ഇപ്പം നാട്ടില് ഒരാൾക്ക് ഈ ഒരു ഫീൽഡിലേക്ക് സെലക്ട് ചെയ്യണം താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഫീൽഡിൽ ഇറങ്ങിയിട്ട് വർക്ക് ചെയ്യാം, ആൾക്കാരെ കാണാം, ബിസിനസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതൊക്കെ എത്ര നമുക്ക് ഒരു സെല്ലിംഗ് അല്ലല്ലോ അത്. അതിനെ നമുക്ക് സെല്ലിങ് ചെയ്യുന്ന ഈ ഒരു ബിസിനസ്സിനെ പറ്റി പരിചയപ്പെടുത്തി ഇതിലേക്ക് കൊണ്ടുവന്ന് അവരെ ഇതിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ആ രീതിയിൽ നമുക്ക് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓൺലൈനിലൂടെ ഇതുപോലെ ഇരുന്നു കൊണ്ട് നമ്മൾ ആൾക്കാരെ കണക്ട് ആയിക്കൊണ്ട് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ പോലും അറിയാതെ ഒരു ലെവലിലേക്ക് ബിസിനസ് ഗ്രോ ആയിക്കൊണ്ട് പോകും കുറച്ച് വർഷങ്ങൾ കഴിയുന്ന സമയത്ത്. അപ്പൊ ഇതില് മെയിൻ എന്ന് പറയുന്നത് നമ്മളെ ഫ്യൂച്ചറിനെ കൂടി സെക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതിപ്പോ നമ്മൾ ഏതൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നെങ്കിൽ പോലും നമുക്ക് നമ്മളെ ഫാമിലിനെ ആ ഒരു കറന്റ് നീഡ്സ് നമുക്ക് ഓക്കെ, ബട്ട് ഫ്യൂച്ചറിനെ സെക്യൂർ ചെയ്യാൻ നമുക്ക് ഒരിക്കലും പറ്റൂല. എത്ര വർഷം നമ്മൾ വർക്ക് ചെയ്താലും അവിടുന്ന് ഇറങ്ങിയിട്ട് ഒരു ദിവസം പോകേണ്ട ഒരു അവസ്ഥ വരും. ബട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അങ്ങനെയല്ല. നമ്മളെ നെക്സ്റ്റ് തലമുറക്ക് ഈ ബിസിനസ് പാസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പോലും നമ്മളെ ഫാമിലി ഇതിൽ സെക്യൂർ ആയിട്ട് അവര് നിൽക്കും. ഇപ്പൊ അതിൽ ഞാൻ പറയാം, ഇപ്പൊ നമ്മൾ ഹൈദരാബാദ് ഒക്കെ ഞങ്ങൾ പോയ സമയത്ത് അവിടെ ഒരു 20,000 ഫാമിലി റീയൂണിയന്റെ പ്രോഗ്രാമിന് കണ്ടൊരു കാഴ്ചയാണ്. ഒരു 2 ഫാമിലി, ഒരു ഹൗസ് വൈഫ്, ഒരു ഹസ്ബൻഡ് ഈ റീസെന്റ് ആയിട്ട് ഇതിൽ ബിസിനസ്സിൽ ജോയിൻ ചെയ്തിട്ട് കുറച്ചാകുമ്പോ അവര് മരിച്ചുപോയി. അപ്പൊ അവര് ഈ ഒരു ലേഡീസ് ഈ ഒരു ബിസിനസ്സിൽ അവർ 1.5 ലക്ഷം ഇൻകം, 5 ലാക്ക് ഇൻകം ഒക്കെ എടുത്ത ആൾക്കാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് അവർക്ക് റിക്കഗ്നീഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു കമ്പനി. അപ്പം ഫാമിലിനെ സെക്യൂർ ചെയ്യാൻ ഇത് ഞാൻ ഇപ്പൊ ഹൈദരാബാദിന്റെ ഒരു സ്റ്റോറിയെ പറഞ്ഞേ. അതേപോലെ തന്നെ നമുക്ക് പറയാം, നമ്മളെ ഗ്രേറ്റ് അപ്ലൈനായ സുരേഷ് സർ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവര് മരിച്ചുപോയി ഇപ്പം ആരോഗ്യ പ്രശ്നം കൊണ്ട്. അപ്പൊ അതില് അവര് ഈ ഒരു 8 വർഷം മുമ്പ് ഈ ബിസിനസ്സിൽ വന്നു. സാധാരണ ഓട്ടോറിക്ഷ ഡ്രൈവർ. ഇന്നലത്തെ ഒരു പ്രസന്റേഷൻ മുഴുവൻ ഫാമിലി മേറ്റ് മാഡമിൻ്റെതായിരുന്നു. അപ്പൊ അവര് ഇന്ന് ഈ ഒരു ഫാമിലി വളരെ സെക്യൂർ ആയിട്ട് ഇരിക്കാൻ കാരണം സാർ അന്ന് ഈ ബിസിനസ്സിലേക്ക് വന്ന് അവരെ ഫാമിലിനെ ഇതിലേക്ക് കണക്ട് ആക്കിക്കൊണ്ട് ഈ ബിസിനസ് ചെയ്തു. ഇപ്പം അവരെ ഫാമിലി ഒരു മന്ത്ലി 1.5 ലക്ഷം മുകളിൽ ഇൻകം അവർക്ക് കിട്ടുന്നുണ്ട്. അത് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഒരു സേഫ്റ്റിയാണ്, നമ്മളെ ഫാമിലിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സേഫ്റ്റിയാണ്. ഇത് നമുക്ക് വേറെ ഏത് ഫീൽഡിൽ പോയി കഴിഞ്ഞാലും നമ്മളെ ഫാമിലിനെ നമുക്ക് അങ്ങനെ സെക്യൂർ ചെയ്യാനൊന്നും പറ്റൂല. അപ്പൊ ഇത് നമ്മളെ കൺമുമ്പിൽ തന്നെ ഉണ്ട്. നമ്മളെ ഫാമിലീസിനെ നമുക്ക് സെക്യൂർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, നമ്മളെ കുടുംബത്തെ സ്നേഹിക്കുന്ന ആൾക്കാർ, നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ധൈര്യമായിട്ട് വന്നിട്ട് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ യാതൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവാം. നിങ്ങൾ അപ്ലയൻസ് ആയവർ ഫുൾ ടൈം ഇതിൽ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ഇനി താല്പര്യം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എനി ടൈം നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യുന്നതും യാതൊരു കുഴപ്പമൊന്നും ഇതിലില്ല. വേറൊരു കാര്യം പറയാം, ഇപ്പൊ നമ്മള് ഈ ഒരു പാൻഡമിക് സിറ്റുവേഷൻ രണ്ടാമത്തെ ഇപ്പൊ വാറായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഗൾഫ് മേഖലയിലുള്ള ആൾക്കാർക്കൊക്കെയും ഇനിയിപ്പോ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കമ്പനികളൊക്കെ സാലറി ഒക്കെ കട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ കുറെ ആൾക്കാർക്ക് ജോലി പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ എല്ലാവരും എന്ത് ചെയ്യും? നാട്ടിലേക്ക് മടങ്ങാനുള്ള സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. സ്പെഷ്യലി നമ്മളെ മലയാളികള് കേരളത്തിന്റെ ഒരു പകുതി ഭാഗം ആൾക്കാർ തന്നെ നമ്മളെ ഈ ഒരു അറബ് കൺട്രിയിലൊക്കെ നമ്മൾ താമസിക്കുന്നവരാണ്. അപ്പോ ഈ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ നെക്സ്റ്റ്, എന്ത് ചെയ്യും? അപ്പം നമ്മൾക്ക് ഈ ഒരു മേഖലയിൽ ധൈര്യമായിട്ട് നമുക്ക് ഇറങ്ങി വരാം. ആർക്കും പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് അത്രയും കോൺഫിഡൻസ് കിട്ടുന്ന ഒരു മേഖലയാണ്. അപ്പൊ ഇതിൽ നമുക്ക് യാതൊരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ തന്നെ നമ്മൾക്ക് ഈ ബിസിനസ് നിങ്ങൾ സീരിയസ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സേഫ് സോണിലേക്ക് പോകാൻ പറ്റും. ഇതിൽ മടിയന്മാരായിട്ട് ജോയിൻ ചെയ്തിരുന്ന് ഒരു കാര്യമില്ല. നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്പനി കറക്റ്റ് നമ്മൾക്ക് അതിനുള്ള റിസൾട്ട് നമ്മൾക്ക് കിട്ടുന്നുണ്ട്. മടിയന്മാർക്കുള്ള ബിസിനസ് അല്ല ഇത്. ജോയിൻ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഒരു കാര്യമില്ല,
വർക്ക് ചെയ്യുന്ന ആൾക്കാരും എല്ലാ ആൾക്കാരും ഇതിൽ സക്സസ് ആണെന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് മടിയൊക്കെ മാറ്റി വെച്ചിട്ട് വരിക. ഓക്കെ, വെറുതെ വെസ്റ്റേജിന്റെ ഐഡിയ എടുത്തിട്ട് യാതൊരു കാര്യമില്ല. വർക്ക് ചെയ്യണം. വർക്ക് ചെയ്താൽ നമ്മളിപ്പോ ഈ ഒരു നെറ്റ്വർക്കിൽ ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ നമ്മൾ ഈ ഒരു ഡേ ടൈമിൽ നമ്മളിപ്പോ കുറച്ച് നേരം നമ്മുടെ ടീമിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു മണിക്കൂർ മാത്രമേ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇതാണ് ഇതിന്റെ ബ്യൂട്ടി. അത് മനസ്സിലാക്കാം. ഇപ്പം വേറൊരു നമുക്കറിയാം, ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആയിരുന്നു കോവിഡ് സമയത്ത് നമ്മളിവിടെ ഞാൻ ജോബിൽ ഉണ്ടായിരുന്നു. ആ സിറ്റുവേഷനിൽ കമ്പനിയിൽ നടക്കുന്ന പല കാര്യങ്ങളും കണ്ടു മനസ്സിലാക്കിക്കൊണ്ട് നമുക്കറിയാം, ഓൾ UAE നമുക്കറിയാം. ആ ഒരു ഇതിലാണ് ഓക്കെ, ഇത് മാത്രം പോരാ, നമ്മളെ ജോലി ഒട്ടും സേഫ് അല്ല, വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ നോക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് വന്നത്. ഓക്കെ, ഇപ്പൊ ഈ രണ്ടാമത്തെ ഒരു പ്രോബ്ലമാണ് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ കറന്റ് സിറ്റുവേഷൻ. അപ്പൊ ഈ ഒരു ബിസിനസ്സിൽ തന്നെ കേരളത്തിൽ തന്നെ ഒരു ലേഡി 2020 വന്ന് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കോവിഡ് സമയത്ത് വളരെ സീരിയസ് ആയിട്ട് ഡിജിറ്റലി അവര് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് അവര് പെർ മന്തില് 6 ലാക്ക് ഇൻകം എടുക്കുന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. മലപ്പുറം ഡിസ്ട്രിക്റ്റിന്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആണ്. ഇതുപോലെ ഇന്ത്യ ലെവലിൽ എത്രത്തോളം ലീഡേഴ്സ് ഉണ്ടെന്ന് നമ്മൾക്കൊന്നും അറിയില്ല. സോ ഈ ഒരു സിറ്റുവേഷൻ, കോവിഡ് സിറ്റുവേഷൻ എങ്ങനെയാണോ നമ്മൾക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ കാരണം എല്ലാവർക്കും ലോക്കായി, പിന്നെ ആർക്കൊന്നും പുറത്തു പോകാൻ പറ്റൂല. അപ്പൊ എല്ലാവരും ഈ ഒരു ഓൺലൈൻ എന്നുള്ള ഇതിലേക്ക് വരുന്ന സമയത്ത് ഈ നമ്മളെ വെസ്റ്റേജ് ബിസിനസ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ആയ ഒരു സമയമായിരുന്നു കോവിഡ് ടൈം. അതേപോലെ തന്നെ ഇപ്പൊ വേറൊരു സിറ്റുവേഷൻ ആണ്. ഇപ്പൊ നിങ്ങളുടെ ടീമില് കുറെ ആൾക്കാർ ഇപ്പൊ ഇനി ജോബ്ലെസ് ആയിട്ടുള്ള വരാനുള്ള ഇനി കുറച്ച് മാസങ്ങളിൽ തന്നെ എല്ലാവരും നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറെ ആൾക്കാർ മടങ്ങുന്ന ചിലപ്പോൾ കാണാൻ പറ്റും നാട്ടിലേക്ക്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു മേഖലയിലേക്ക് എല്ലാവരും ധൈര്യമായിട്ട് കടന്നു വരാം. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ വർക്ക് ചെയ്യുന്നതിന്റെ റിസൾട്ട് ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളെ ഫാമിലിനെ സെക്യൂർ ആക്കാൻ പറ്റും. അപ്പം ഇതാണ് നോർമലി എല്ലാവരും ഉള്ള ഒരു കോമൺ ക്വസ്റ്റ്യൻ. ആ ഒരു ഇതാണ് ഞാനിപ്പോ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനിയിപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാന്? ആർക്കും സംസാരിക്കാം. മുഹമ്മദ് യാസിർ MK എന്ന് പറഞ്ഞിട്ട് ഒരാള് ഈ ഒരു പേരിൽ കാണുന്നുണ്ടല്ലോ, പുതിയ ആളാണോ? മുഹമ്മദ് യാസിർ. ഈ ഫോണ് ഇപ്പോഴും സംസാരിച്ചിട്ടില്ല. എന്താണ് നിങ്ങളെ പേര് ഒന്ന് പറയാമോ? നെറ്റ്വർക്ക് ഇഷ്യൂ ഒന്നും അല്ല എങ്കിൽ സംസാരിക്കൂ. സുരഭി. സുരഭി. ആ, ഓക്കെ. സുരഭി എവിടുന്ന ജോയിൻ ചെയ്യുന്നേ? കാസർഗോഡ്. ഓക്കെ. ഈ ആരാണ് ഇൻവൈറ്റ് ചെയ്തത്? ഭാസ്കരൻ. ഫാദർ ആണോ? ആ, അതെ. കാസർഗോഡ് എവിടെയാ സ്ഥലം? കാസർഗോഡ് മുളിയാർ മല്ലം. ഓക്കെ. സ്റ്റുഡന്റ് ആണോ? അല്ല, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. ക്ലിയർ ആയോ സുരഭിക്ക് കാര്യങ്ങള്? ആ, ഓക്കെ. ഇപ്പൊ സുരഭിക്ക് എത്ര ഏജ് ഉണ്ട്? എനിക്ക് 28. ഓക്കെ. 28. എന്താണ് പഠിച്ചത്? ഞാൻ MCOM കഴിഞ്ഞു. ഉം. ഇപ്പൊ എന്താണ് വർക്ക് ജോബ്? ചെയ്യുന്നു. എന്താണ് ജോബ്? ഫിനാൻസിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ. അതിന്റെ കൂടെ ഇത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. സോ കുറച്ച് വർഷങ്ങളൊക്കെ കഴിയുന്ന സമയത്ത് നിങ്ങൾക്കൊരു എഡീഷണൽ ഇൻകം നിങ്ങളെ ഈ ഒരു ജോബ് അല്ലാതെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വരാൻ തുടങ്ങും. ആ, ഓക്കെ. ഒരു 10 ഇയറിന്റെ പ്രോജക്റ്റ് ആയിട്ട് എടുക്കുക, ഓക്കെ സീരിയസ് ആയിട്ട്. ഓക്കെ. ഓക്കെ ഓക്കെ. ഒരു 38 ഇയർ ഒക്കെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ സേഫ് ആയ ഒരു ഇൻകമിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാവും, സീരിയസ് ആയിട്ട് വർക്ക് ചെയ്താൽ. നമ്മളെല്ലാവരും ജോലിന്റെ കൂടെ പാർട്ട് ടൈം ആയിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾക്കൊക്കെ ഒരു 33 വയസ്സ് കഴിഞ്ഞതിന് ശേഷം കിട്ടിയ ഒരു ഭാഗ്യമാണ്, ഒരു ഡിവൈൻ ബ്ലെസ്സിങ് ആണിത്. സോ ഈ ഒരു ചെറിയ ഏജിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇത്രയും വർഷം ഇപ്പൊ കിട്ടിയതിന് നിങ്ങൾ താങ്ക്ഫുൾ പറയാ. കാരണം നമ്മൾക്കുള്ള കുറച്ച് ലേറ്റ് ആയി പോയി നമ്മൾ വിഷമിക്കുന്നുള്ളത്. ഓക്കെ
ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ നമ്മൾക്ക് സെഷൻ ക്ലോസ് ചെയ്യാം. അക്ഷയ ക്ലോസ് ചെയ്തു. താങ്ക് യു അശ്വിനി മേഡം. എല്ലാവർക്കും നന്നായിട്ട് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് കൊടുത്തു. അപ്പോൾ നിങ്ങളുടെ ഈ സക്സസ് ലേക്ക് ഡ്രീമിലേക്ക് ഈ ബിസിനസ്സിലൂടെ എല്ലാവർക്കും എത്താൻ സാധിക്കും. നിങ്ങളെ ആരാണോ ഇൻവൈറ്റ് ചെയ്തത് അവരുമായി കോണ്ടാക്ട് ചെയ്ത് ഐഡിയ എടുത്ത് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു. ഗുഡ് നൈറ്റ്. വിഷ് യു വെൽത്ത്.